വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ് പറയാൻ വേണ്ടിയാണ്. എന്തോ എൻ്റെ ചാനലിൽ ഞാനിടുന്ന വീഡിയോസിന് ഞാൻ പ്രോഡക്റ്റിൻ്റെ റിവ്യൂസിനെ പറ്റി പറയുന്ന കുറച്ച് വീഡിയോസിനാണ് അത്യാവശ്യം എനിക്ക് കുറച്ചെങ്കിലും വ്യൂ കയറിയതായിട്ട് തോന്നിയത്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ഞാൻ പറയുന്ന പ്രോഡക്ട്സിൻ്റെ റിവ്യൂസാണ്. സോ ഞാൻ ഇന്ന് വളരെ ട്രെൻഡിങ്ങിൽ നിന്നിരുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും, പ്രോഡക്റ്റിൻ്റെ പേര് ഇമോലിൻ എന്നാണ്. ഇതാണ് സംഭവം. ഓൾറെഡി ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അത് പോയി കാണേണ്ടതാണ്. അപ്പം ഇതിനെ പറ്റി ഇമോലിൻ ഫേസ് മോയ്സ്ചറൈസറിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാം, ആർക്കൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനത്തെ സ്കിന്നുകാർക്ക് ഇത് സ്യൂട്ടബിൾ ആവും, ഇതിൻ്റെ പ്രയോജനങ്ങൾ എന്താണ്, ഇത് യൂസ് ചെയ്താൽ ക്യാൻസർ വരുമോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസും ഒക്കെ ഞാൻ കുറേ സ്ഥലങ്ങളിലൊക്കെ നോക്കി അങ്ങനെ കുറേ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഞാൻ അവസാനം ഒരു വീഡിയോ ആക്കാൻ പോവാണ്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ ഓൾറെഡി ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി തന്നെ, ഈ മോലിൻ ക്രീമിനെ പറ്റി തന്നെ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ ഞാൻ ലിങ്ക് താഴെ പിൻ ചെയ്തേക്കാം. വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ, ഇമോലിൻ ക്രീം. സോ ഈ ഇമോലിൻ മോയ്സ്ചറൈസറിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കാൻ സഹായിക്കും. നിങ്ങളുടെ എത്ര ഡ്രൈ സ്കിൻ ആയാലും, എന്തൊരു ഡ്രൈ സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാമായിരിക്കും. കാരണം കൂടുതലും ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് പറ്റിയൊരു മോയ്സ്ചറൈസറാണ്. ഡോക്ടേഴ്സൊക്കെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന ഒരു സാധനമായിരിക്കും ഇത്. ഇനി നിങ്ങൾക്ക് ആർക്ക് യൂസ് ചെയ്യാം എന്നൊരു ക്വസ്റ്റ്യനിൽ ഞാൻ കൂടുതലും ഫോക്കസ് ആയിട്ട് പറയുന്നത് ഡ്രൈ സ്കിൻ ആയിരിക്കും. കാരണം ഡ്രൈ സ്കിന്നുകാർക്കാണ് ഇത് നന്നായിട്ട് സ്യൂട്ട് ആവുന്നത്. ഇപ്പം എൻ്റെ സ്കിൻ വന്നിട്ട് ഡ്രൈ സ്കിൻ അല്ല, എന്നാൽ ഓയിലി സ്കിന്നും അല്ല, ഒരു ഡ്രൈ ടു നോർമൽ സ്കിന്നാണ്. എനിക്കിത് നന്നായിട്ടാണ് യൂസ് ചെയ്യുമ്പോൾ തോന്നിയിട്ടുള്ളത്. ഈ ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് അടിപൊളിയാണ്. കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ, ഇവിടെ വന്നിട്ടുള്ള ഈ ക്ലൈമറ്റിൽ, ഇപ്പോൾ ഈ ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ ക്ലൈമറ്റിൽ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആയി ഒരു വെള്ളപ്പൊടി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു ടൈമാണ്. ആ ടൈമിൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് മോയ്സ്ചറൈസർ റീഅപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ സ്കിൻ കെയറിൻ്റെ ബേസ് തന്നെ മോയ്സ്ചറൈസറാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ആണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒറ്റ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തരുന്നതായിരിക്കും. നിങ്ങളുടെ ഡ്രൈ സ്കിന്നൊക്കെ അപ്പം തന്നെ മാറ്റിയെടുക്കും. നന്നായിട്ട് വാട്ടർ എങ്ങനെ നമ്മുടെ ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കും. വാങ്ങി യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങി യൂസ് ചെയ്യുക. ഞാൻ കൂടുതലും ഡ്രൈ സ്കിന്നുകാരോടാണ് പറയുന്നത്. കാരണം ഓയിലി സ്കിന്നുകാരുടെ സ്കിൻ ഓൾറെഡി ഒരു ഓയിലി പോലെ ആയിരിക്കും. അപ്പം നിങ്ങൾ ഇതും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഓയിലി ആക്കുമോ എന്ന് എനിക്കറിയില്ല. ഡ്രൈ സ്കിന്നുകാർക്ക്, നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് നല്ലൊരു ചോയ്സാണ് ഈ ഇമോലിൻ ക്രീം എന്ന് പറയുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 346 റുപ്പീസാണ് 100 ml വന്നിട്ടുള്ളത്. ഇത് വലിയൊരു ബിഗ് ട്യൂബാണ് കേട്ടോ, ചെറിയ ട്യൂബൊന്നുമല്ല, ബിഗ് ട്യൂബാണ്. കണ്ടോ, അത്യാവശ്യം കയ്യിലിങ്ങനെ പിടിക്കാം. ഇതിപ്പോൾ യൂസ് ചെയ്ത് ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കയ്യിലിങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. പിന്നെ ഇത് ഒരുപാടൊന്നും അപ്ലൈ ചെയ്യണമെന്നില്ല. അതായത് ചിലരുണ്ട് മോയ്സ്ചറൈസർ ഒരുപാട് ഫേസിലങ്ങ് അപ്ലൈ ചെയ്യും. അത് മേ ബി അവരുടെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഡ്രൈനെസ് മാറാൻ വേണ്ടി, ഡ്രൈനെസ്സിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അവരങ്ങനെ യൂസ് ചെയ്തായിരിക്കും. പക്ഷേ ഇത് ജസ്റ്റ് ഒരു തുള്ളി പോലെ അങ്ങനെ ഒരു ചെറിയൊരളവിൽ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതിയായിരിക്കും. നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആവും. പിന്നെ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫേസിൽ ഒരിക്കലും ഡാർക്ക് സ്പോട്ട്സുകൾ ഇത് റെഡ്യൂസ് ചെയ്യത്തില്ല. ഇപ്പം നിങ്ങളുടെ സ്കിന്നിൽ ആക്നെ വരുന്നതാണെങ്കിൽ ആ ആക്നെ റിമൂവ് ചെയ്യത്തില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. പക്ഷേ കൂടുതലും ഡ്രൈ സ്കിന്നുകാർക്കായിരിക്കും നല്ലത്. കാരണം ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഫ്രണ്ട്സ് ആരും യൂസ് ചെയ്യുന്നില്ല ആക്നെ പ്രോൺ സ്കിന്നുകാർ. അവരവരുടെ ഡോക്ടേഴ്സ് വന്നിട്ട് പറഞ്ഞിട്ടുള്ള പ്രിഫർ ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസറും ഫേസ് വാഷും ഒക്കെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു ഡ്രൈ സ്കിന്നുകാർക്ക് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. കൂടുതലും ഡ്രൈ സ്കിന്നായിട്ടുള്ള സ്കിൻ നന്നായിട്ട് അങ്ങനെ ചിലവർക്ക് അങ്ങനെ ഗ്ലോ ഒന്നും വരാറില്ല. അപ്പോൾ ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഗ്ലോ വരും, നന്നായിട്ട് തിളങ്ങി നിൽക്കും നമ്മുടെ ഫേസ്. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നത്തെ കാര്യം, കുറച്ച് പേർക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് യൂസ് ചെയ്താൽ ക്യാൻസർ വരുമോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതൊക്കെ. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ക്യാൻസർ വരില്ല.
ക്യാൻസർ വരില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം ഞാൻ സെർച്ച് ചെയ്തത് വെച്ച് ഞാൻ മനസ്സിലാക്കിയതാണ്. ഇനി വേറെ ഏതെങ്കിലും സോഴ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഞാൻ പറയാം, ഇത് യൂസ് ചെയ്തിട്ട് ക്യാൻസർ വരില്ല. കാരണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കണ്ടറിയാവുന്നവരാണെങ്കിൽ അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. കാരണം ഇതിൽ പ്രൊപ്പലായി ഗ്ലൈക്കോൾ ഉള്ളത് കൊണ്ട് തന്നെ അത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അത് ഒരു പെട്രോളിയം പ്രോഡക്റ്റ് അല്ലേ, കാർസിനോജനിക് അല്ലേ. അപ്പം നിങ്ങളുടെ ഫേസിൽ നന്നായിട്ട് എന്തെങ്കിലും ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ക്യാൻസർ വരുമോ? അങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകൾക്കാണ് ഞാൻ പറയുന്നത്. നമുക്ക് യൂസ് ചെയ്തിരിക്കുന്ന ഈ പെട്രോളിയം പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കോസ്മെറ്റിക് ഗ്രേഡും കൊമേഴ്ഷ്യൽ ഗ്രേഡും രണ്ടായിരിക്കും. ഒരിക്കലും കോസ്മെറ്റിക് ഗ്രേഡിൽ ഉപയോഗിക്കുന്ന ഈ കാർസിനോജനിക് ഈ പെട്രോളിയം പ്രോഡക്റ്റ് കാരണം നമുക്കൊരിക്കലും ക്യാൻസർ ഉണ്ടാകത്തില്ല. രണ്ട് ഇതുണ്ട്. ഒന്ന് വന്നിട്ട് കൊമേഴ്ഷ്യൽ ഗ്രേഡിൽ ഉണ്ടാക്കുന്നതും ഒന്ന് വന്നിട്ട് കോസ്മെറ്റിക്കിൽ ഉണ്ടാക്കുന്നതും. കോസ്മെറ്റിക്കിൽ ഉണ്ടാക്കിക്കുന്ന ഈ പെട്രോളിയം പ്രോഡക്റ്റ് കാരണം ഒരിക്കലും നിങ്ങളുടെ ഫേസിൽ നിങ്ങളിത് ഡയറക്റ്റ് അപ്ലൈ ചെയ്തത് മൂലം നിങ്ങൾക്ക് ഒരിക്കലും ഒരു ക്യാൻസർ ഉണ്ടാവുന്നതല്ലായിരിക്കും. നെക്സ്റ്റ് വന്നിട്ടുള്ളത്, ഇതൊരു ഫാർമസി പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഡോക്ടറിനെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടാണോ ഇത് യൂസ് ചെയ്യേണ്ടേ എന്നൊരു ക്വസ്റ്റ്യൻ ആരും ചോദിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും പറയുക. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നാം, ഇതൊരു ഫാർമസി. എനിക്കിപ്പം ആസ് എ ഗേൾ എന്ന നിലയിൽ എനിക്ക് തോന്നിയേക്കാം ഇപ്പം ചിലപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പറ്റുമോ? കാരണം ഒരു ഫാർമസി പ്രോഡക്റ്റ് അല്ലേ, ഇതിൻ്റെ റേഷ്യോ എന്താ, ഇതൊന്നും അറിയാതെ പോയി വാരി തെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമായാലോ എന്ന് തോന്നുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ഡോക്ടറിനെ കാണാം, നോ ഇഷ്യൂ. ഇപ്പം ഞാൻ പറയാം, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശ്രീവേണി എന്നാ പേര്. അവൾക്ക് ഡോക്ടർ പറയുന്നതല്ലാതെ വേറെ എന്ത് യൂസ് ചെയ്താലും, ഫേസിൽ എന്ത് യൂസ് ചെയ്താലും ഒരു കുരു വന്നിങ്ങനെ വീങ്ങി ഒരു മുഖം ഭയങ്കര സെൻസിറ്റീവായി എന്തോ ഒരു പ്രശ്നം അവൾക്ക് ഉണ്ടാകും. ഒരു അലർജിക് റിയാക്ഷൻ അവിടെ നടക്കുന്നതായിരിക്കും. അപ്പോൾ അവൾ ഏത് ബ്രാൻഡിൻ്റെ ഏത് ഹൈ ലെവലിൽ നിൽക്കുന്ന ബ്രാൻഡാണെങ്കിലും അവളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് ആ പ്രശ്നമുണ്ട്. അപ്പോൾ അവൾ എന്തായാലും ഉറപ്പായിട്ടും ഡോക്ടറിനെ കാണാതെ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേറ്റ് ആയാലോ. സോ അവൾ കാണണം. അങ്ങനെയുള്ളവർ, അതായത് ഭയങ്കര അലർജി ആയിട്ടുള്ളവർ, എന്ത് യൂസ് ചെയ്താലും അലർജി വരുന്നവർ, ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ഡോക്ടറിനെ ഒന്ന് കണ്ടിട്ട് ഇത് യൂസ് ചെയ്യാനാണ്. അല്ലാതെ നോർമലായിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അവർ മിക്കതും വാങ്ങി യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ലാത്തവരാണെങ്കിൽ, ഞാനിപ്പോൾ ചില ഫേസ് വാഷുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ കുരു വരും കേട്ടോ. പക്ഷെ എനിക്ക് വേറെ ഒന്നുകൂടെ അലർജിയില്ല. ചില ഫേസ് വാഷ്, ചില ക്രീം അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുരു വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുരു ഒന്നും വരുന്നില്ല. അപ്പോൾ എനിക്കറിയാം, അതായത് ഞാൻ ഒരു ടൈമിൽ ജിയോമാർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ ഹോസ്റ്റലിലല്ല, മറ്റേ ഹോസ്റ്റലിൽ നിന്ന ടൈമിൽ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ഫേസ് വാഷ് വാങ്ങി യൂസ് ചെയ്തു. ഞാൻ യൂസ് ചെയ്തു, എൻ്റെ ഫ്രണ്ട് സ്നേഹ യൂസ് ചെയ്തു. സ്നേഹയ്ക്കും എനിക്കും ഒരുപോലെ കുരു വന്നിട്ടുണ്ടായിരുന്നു. സോ മേ ബി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വന്നതുകൊണ്ട് തന്നെ അതെന്തെങ്കിലും ബാഡായിട്ടുള്ള എന്തെങ്കിലും, അതിൻ്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. കാരണം ഞാൻ ഫസ്റ്റ് ഇയർ നിന്ന ടൈമിലായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. സോ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നതല്ല, ഞങ്ങളുടെ സ്കിന്നിന് അത് സ്യൂട്ട് ആവുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടതിന് ശേഷം നിങ്ങൾക്കൊന്ന് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നോർമലായിട്ടുള്ളവർക്കൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇത് നല്ലൊരു റിസൾട്ട് തരുന്നതായിരിക്കും. ഇതുവരെ യൂസ് ചെയ്യാത്തവരോടെങ്കിലും ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.